ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് CB300R ആണ്. ഹോണ്ടയുടെ ഏറ്റവും നമ്മൾ വെയിറ്റ് ചെയ്തൊരു വണ്ടി തന്നെയാണ് CB300R. അപ്പോൾ ഞാനിതിപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. 146 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് തന്നെ പറയാം. വണ്ടി മൊത്തത്തിൽ കാണാൻ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഫേ റേസർ മോഡൽ ലൈറ്റാണ്, എന്നാൽ അത് LED ആണ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന അതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് തന്നെയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിനൊരു വ്യത്യാസപ്പെട്ട ഡിസൈനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വരുന്നത് 41 mm ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ക്രോം ഫിനിഷുള്ള ചേംബർ എക്സോസ്റ്റാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്ലിയറൻസോട് കൂടിയാണ് ഈ എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ബൈക്കിൻ്റെ സാരികട വെച്ച് ബാക്കിയെല്ലാം ജപ്പാൻ ക്രാഫ്റ്റഡ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് പെറ്റൽ ഡിസ്ക്കാണ് വിത്ത് ഡ്യുവൽ ചാനൽ ABS IMU ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ വ്യത്യാസപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ ഒരു പില്യൻ ഗ്രാബ് റെയിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡ് സീറ്റാണ്, പക്ഷേ ഓടിക്കുന്ന ആൾക്കും പുറകിലിരിക്കുന്ന ആൾക്കും നല്ല സ്പേസ് ഉണ്ട്. ഹോൺ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 178 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ശരിക്കും രണ്ട് കാലും നല്ല പ്രോപ്പറായിട്ട് നിലത്ത് വെക്കാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഒരു എന്താ പറയുക, റേസ്ഡ് ഹാൻഡിൽ ബാർ അല്ല, ഒരു അപ്രൈറ്റ് പൊസിഷൻ തന്നെയാണ് എനിക്ക് ഇരിക്കുമ്പം കിട്ടുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്യൂവൽ കാണാൻ പറ്റും, RPM കാണാൻ പറ്റും, ട്രിപ്പ് കാണാം, ആവറേജ് ഫ്യൂവൽ കാണാം, പിന്നെ ഇവിടെ ഓയിൽ കൂളിംഗ് ടെമ്പറേച്ചർ കാണാം. പിന്നെ നമുക്കിവിടെ മാറ്റാൻ പറ്റും ഇപ്പോൾ ആവറേജ് ഫ്യൂവൽ, പിന്നെ റണ്ണിങ് റേഞ്ചിൽ ഫ്യൂവൽ എഫിഷ്യൻസി, ഇതെല്ലാം നമുക്കിതിനകത്തിൽ കാണാൻ പറ്റും. ഓഡോമീറ്റർ റീഡിങ്, ടോട്ടൽ ഓഡോമീറ്റർ റീഡിങ്, ട്രിപ്പ് D, ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. വളരെ ചെറുതും ഭംഗിയേറിയതുമായിട്ടുള്ള ഒരു LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇത് നൈറ്റിലും ഡേയിലും ഒരേപോലെ വിസിബിളാണ്. പിന്നെ ഇതിൽ ഇൻഡിക്കേറ്റർ കാണാം, ഫ്യൂവൽ കാണാം, പിന്നെ എൻജിൻ മാൽഫങ്ഷൻ്റെ ഇൻഡിക്കേഷൻ കാണാം, പിന്നെ ന്യൂട്രൽ ABSൻ്റെ മാൽഫങ്ഷൻ ഇൻഡിക്കേഷൻ കാണാം, പിന്നെ ഇൻഡിക്കേറ്ററും കാണാം. എനിക്ക് ഈ വണ്ടിയിൽ കയറിയപ്പോൾ തോന്നിയൊരു ഫീല് ഞാൻ ഷെയർ ചെയ്യാം. ഇത് 300cc വണ്ടി തന്നെയാണോ അതോ ഇത് അതിനും മേളിൽ ഏതെങ്കിലും ഒരു വണ്ടിയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഓരോ ഗിയറും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഹോണ്ടയുടെ ഗിയർ ബോക്സിൻ്റെ ക്വാളിറ്റിയും ആ വണ്ടിയുടെ റിഫൈൻമെൻറ്റും നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. 286cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറിയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു 27 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നത് 6500 RPM-ലും, ആ 30 bhp നമുക്ക് കിട്ടുന്നത് 8000 RPM-ലുമാണ്. ഒരു ലീനിയർ പവർ ഡെലിവറിയാണ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ട്രാഫിക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൺട്രോളോട് കൂടി തന്നെ നമുക്ക് ഫ്ലിക്കർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഈ കട്ടറിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ബൈക്കാണെങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഈ ട്രാഫിക്കിലൊക്കെ നമ്മൾ ഫ്ലിക്കർ ചെയ്ത് പോകുമ്പോൾ. പിന്നെ ആ മോണോഷോക്കിൻ്റെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് സീറ്റിൽ നമുക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്കിത് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നടുവിന് ആ ഒരു സ്ട്രെയിനൊന്നും നമുക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഈ മിറർ കാണാനൊരു ബേസിക് ലുക്കാണേലും ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് കറക്റ്റ് പുറകിലുള്ള എല്ലാ വണ്ടികളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് രണ്ട് മിററും ഇരിക്കുന്നത്, നല്ല വിസിബിളാണ്. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കിടുവാണ്. നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. നല്ല പെട്ടെന്ന് ക്രൂയിസ് ചെയ്ത് കയറാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കൺട്രോളുണ്ട്. ഇപ്പം നമ്മൾ ടേൺ ചെയ്ത് വരുമ്പോഴും ഇതിൻ്റെ IMU എന്ന് പറയുന്ന ഫീച്ചർ വെറുതെ കിടുവാണ്. നല്ലൊരു ബ്രേക്കിംഗ് ആണ്, പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IMU എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആംഗിളും കൂടെ അത് സെൻസ് ചെയ്യും. അതൊരു സെൻസറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾ ചെയ്യാൻ പോകുന്ന വീഴാൻ പോകുന്ന ഒരു ആംഗിൾ വന്നാലും
അത് ഒരു ഹാർഡ് ബ്രേക്കിംഗ് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ വളരെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഹോണ്ട ഇതിനൊപ്പം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റത്തിനോടൊപ്പം ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത് 10 ലിറ്റർ ടാങ്കാണ്. ഒരു 13 ലിറ്റർ ടാങ്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നിരിക്കും. എന്നാലും ഇതൊരു സിറ്റി റൈഡിങ്ങിനും അർബൻ റൈഡിങ്ങിനും അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ ടൂറിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബൈക്ക് ആയതുകൊണ്ട് ആ ഒരു 10 ലിറ്റർ മതിയാവും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 151 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഹമ്പ് ചാടുമ്പോൾ ഒന്നും ഒരു രീതിയിലും അടിയിടിക്കുന്നൊരു സംഭവം വരത്തേയില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും മാനേജബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ലോ ഫ്രിക്ഷൻ പിസ്റ്റൺ റിങ്ങും ഹൈ ഡെൻസിറ്റി കോർ റേഡിയേറ്ററും ഇറിഡിയം സ്പാർക്ക് പ്ലഗുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ വണ്ടിയിൽ കണ്ടുവരുന്നത് കോപ്പർ സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സ്പാർക്ക് പ്ലഗ് ഏകദേശം ഒരു 20,000 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഒരു 100,000 കിലോമീറ്ററിനടുത്ത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ആക്സലറേഷൻ, ഒരു ബെറ്റർ ആക്സലറേഷൻ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് നമുക്ക് തരും. പിന്നെ ബെറ്റർ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഇറിഡിയം സ്പാർക്ക് പ്ലഗ് നമുക്ക് തരും. പിന്നെ ഇതിന് വരുന്നത് 296 mm ഹബ്ലെസ് ഫ്രണ്ട് ഡിസ്കും 220 mm റിയർ ഡിസ്കുമാണ്. രണ്ടും പെറ്റൽ ഡിസ്ക്കാണ് വരുന്നത്. അപ്പോൾ നോർമൽ ഡിസ്കുമായിട്ട് ഈ പെറ്റൽ ഡിസ്കിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ഡെസിപ്പേഷനൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മിഷ്ലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് ടയേഴ്സാണ്. എൻ്റെ ഡൊമിനാറിൻ്റെ സെയിം ടയർ തന്നെയാണ്. നല്ല വെറ്റ് ഗ്രിപ്പുണ്ട്, നല്ല ഗ്രിപ്പുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു അത്യാവശ്യം ഹെവി ട്രാഫിക്കിലൂടെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹെവി ട്രാഫിക്കിലൂടെ ഓടിക്കുമ്പോഴും അത്യാവശ്യം ഫ്ലിക്കർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രാഫിക്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൈക്കധികം പെയിനൊന്നും ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ്, പക്ഷെ എൻ്റെ മുട്ടൊന്നും വന്ന് ഇടിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എൻ്റെ മുട്ട് ടാങ്കിൽ വന്ന് ഇടിക്കുന്ന ഒരു സംഭവമൊന്നും ഇല്ല. പിന്നെ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്, വളരെ ചെറുത്, പക്ഷേ നല്ല വിസിബിളാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൺലൈറ്റിലും നല്ല വിസിബിളാണ്. നൈറ്റിലും ഇത് ഒബ്വിയസ്ലി നല്ല വിസിബിളായിരിക്കും. ഒരു നേറ്റീവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗോപ്രോയിൽ എനിക്ക് തോന്നുന്നു അത് അത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. മിക്കവാറും അത് നേറ്റീവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ ബ്ലറായിരിക്കും. പക്ഷേ നല്ല വിസിബിളാണ്, നമ്മുടെ കണ്ണിന് നല്ല വിസിബിളാണ്. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോണും ഇൻഡിക്കേറ്ററും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ MT-15 വരുന്ന പോലെ തന്നെ ഹോണും ഇൻഡിക്കേറ്ററും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് മാസ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ആക്സസറീസിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കിറ്റാക്കോയുടെ അണ്ടർഗാർഡ് വരുന്നുണ്ട് ഇതിന്. പിന്നെ ഇതിന് റേഡിയേറ്റർ കവർ വരുന്നുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ആക്സസറീസും വന്നിരിക്കുന്നത്. പിന്നെ ഈ ക്രാങ്ക് കേസ് കവർ അതും ഒരു എക്സ്ട്രാ ആക്സസറീസ് തന്നെയാണ്. പിന്നെ ഈ ഓയിൽ ബ്രേക്ക് ക്യാപ്പ്, ഈ ഹാൻഡിൽ ഗ്രിപ്പ് വെയിറ്റ് എല്ലാം നല്ല കാണാൻ കിടുവാണ്, അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷോർട്ട് റിയർ ഫെൻഡറാണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,41,000 ആണ്. ഇതിൻ്റെ ബുക്കിങ്ങിനും ടെസ്റ്റ് ഡ്രൈവിനും വേണ്ടിയിട്ട് EVM മോട്ടോഴ്സ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചാൽ. ഇതൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഈസ് ഗിയർ വിച്ച് സൈനിങ് ഓഫ്.